പ്രസംഗം വിഷയം വൈക്കം മുഹമ്മദ് ബഷീർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 മലയാളികളുടെ പ്രിയങ്കരനായ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 30 വർഷം തികയുകയാണല്ലോ. നോവലുകളിലൂടെയും കഥകളിലൂടെയും നമ്മൾ ഓരോ മലയാളികളെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പ്രതിഭകളിൽ ഒരാളായി വൈക്കം മുഹമ്മദ് ബഷീർ കണക്കാക്കപ്പെടുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലായിരുന്നു ബഷീറിൻ്റെ ജനനം. കായി അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും 6 മക്കളിൽ മൂത്ത ആളായിരുന്നു ബഷീർ. സ്വാതന്ത്ര്യ സമര സേനാനി, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തെളിയിച്ചിരുന്നു. തൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. ബഷീറിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള ചുവടുവെപ്പിനിടയിൽ ഗാന്ധിജിയെ തൊട്ടു എന്ന് ബഷീർ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം തികച്ചും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പാചകക്കാരനായും മജീഷ്യൻ്റെ സഹായിയായും സോഫിമാരുടെ കൂടെയും സന്യാസിമാരുടെ കൂടെയും നിരവധി ജോലികൾ ചെയ്ത് അദ്ദേഹം ജീവിച്ചു. പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കാനിടയായി. നോവലുകളിലും കഥകളിലും അദ്ദേഹം സഞ്ചരിച്ച നാടുകളെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയധികം ലോകസഞ്ചാരം നടത്തിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ അധികം കാണില്ല എന്ന് തന്നെ പറയാം. തൻ്റെ ജോലി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരിക്കൽ അദ്ദേഹം പത്രാധിപരുടെ അടുത്തെത്തി. അവിടെ ജോലിയൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പൈസ തരാമെന്നും പറഞ്ഞപ്പോൾ ബഷീർ യാതൊരു നിവൃത്തിയില്ലാതെ ഒരു കഥ എഴുത്തുകാരനുമായി. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും, കാരണം അതൊക്കെയും എൻ്റെ അനുഭവങ്ങളായിരുന്നു. ഇങ്ങനെയാണ് ബഷീർ തൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് ബഷീറിൻ്റെ ആദ്യത്തെ ചെറുകഥ. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ബഷീർ തൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് മറുപടി കൊടുത്തു. ഡോക്ടർ റൊണാൾഡ് ഇ അഷ്റഫിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ പല ചെറുകഥകളും നോവലുകളും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുകയും ലോകമെമ്പാടുമുള്ള വായനക്കാരിൽ എത്തിക്കുവാനും ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കുകയും ചെയ്തു. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായ പാത്തുമ്മയുടെ ആട്, ഭാർഗവീ നിലയം, ഭൂമിയുടെ അവകാശികൾ, മരണത്തിൻ്റെ നിഴലിൽ എന്നിവയാണ് ബഷീറിൻ്റെ മറ്റ് പ്രധാന ചെറുകഥകളും നോവലുകളും. അദ്ദേഹത്തിൻ്റെ മരണശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ നോവലായ പ്രേം പാറ്റ പ്രസിദ്ധീകരിച്ചത്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടറേറ്റ് ബിരുദം, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്, പത്മശ്രീ എന്നിവ ബഷീറിന് ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു ബഷീർ. ജനകീയനായ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ബഷീർ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും സിനിമകളിലൂടെയും ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.